ഹലോ ഗായ്സ്, MinzLifeൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് വരുന്നത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്കൊരു ഐഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അവർക്ക് ഐഫോൺ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 reasons to buy an iPhone. ഒരു ഐഫോൺ വാങ്ങാനുള്ള 5 കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഞാൻ ഒരു പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. മുൻവിധികളൊന്നുമില്ലാതെ എൻ്റെ റോ ആയിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം ആൻഡ് ഐ ആം ഓപ്പൺ ടു ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറയുന്ന ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഷോ ഓഫ് എന്നുള്ളതാണ്. സോ ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പോസിറ്റീവായിട്ട്. ഇപ്പോൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്കൊരു ഐഫോൺ വാങ്ങാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒരു ഐഫോൺ വാങ്ങുക എന്നുള്ളത്. സോ ഇന്ത്യ പോലെ രാജ്യത്ത്, ഇന്ത്യ പോലെ ഒരു ഡെവലപ്പിംഗ് ആയിട്ടൊരു കൺട്രിയിൽ ഐഫോൺസ് എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ സാധാരണക്കാരന് വാങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ പ്രൈസി ആണെന്നുള്ളത് നമുക്കറിയാം. സോ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ സക്സസ്ഫുൾ ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഫോൺ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊക്കെ നമ്മുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. നമ്മൾ എന്ത് വാങ്ങണം, നമ്മുടെ പേഴ്സണൽ ഡിസയറാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങണം എന്നുള്ളതൊക്കെ. സോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രീമിയംനെസ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ലക്ഷറിനെസ് അല്ലെങ്കിൽ ആ ഒരു ഷോ ഓഫ് എന്നുള്ള സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ വാങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും. ഒരുപാട് ആളുകൾ അതിനു വേണ്ടി ഐഫോൺ വാങ്ങുന്നതാണ്. ഒരുപാട് പേര് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. സോ അതൊരു റീസണാണ്, ഒരു വാലിഡ് റീസണാണ് നമുക്ക് ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ പലതും അങ്ങനെ വാങ്ങാറുണ്ട്, അതുപോലെ വാങ്ങാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ഐഫോൺ എന്നുള്ളത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ആപ്പിൾ എക്കോ സിസ്റ്റം എന്നുള്ളതാണ്. ആപ്പിൾ എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നോർമലി മറ്റുള്ള ബ്രാൻഡ്സിനൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു സംഭവമാണ് എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ. ആപ്പിളിന് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇറ്റ് സിങ്സ് വെരി വെൽ ഫോർ ലൈക്ക് ആപ്പിൾ വാച്ച്, ആപ്പിൾ എയർപോഡ്സ്, മാക്ബുക്ക്, ഐപാഡ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സ് ആയ iCloud, iMusic, iTunes, ആപ്പിൾ TV+. സോ ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സും എല്ലാം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു ബ്രാൻഡിനെ ചൂസ് ചെയ്യുന്നത് അത്ര എളുപ്പമാവില്ല. സോ അങ്ങനത്തെ ഒരാൾക്ക് തീർച്ചയായിട്ടും ആപ്പിൾ ഐഫോൺ വാങ്ങുന്നത് പ്രത്യേകിച്ച് നല്ലതായിരിക്കും. കാരണം അവർ ആപ്പിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പ്രൊഡക്ട്സ് ഉണ്ടാവുക. സോ അങ്ങനെ ഓപ്പൺ ആയിട്ട് മറ്റുള്ള പ്രൊഡക്ട്സ് ഈസിയായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ആ ഒരു എക്കോ സിസ്റ്റത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ട്സൊക്കെ കയ്യിലുള്ള ആളുകൾ, മാക്ബുക്ക് കയ്യിലുള്ള ആൾക്ക്, ആപ്പിൾ വാച്ചുള്ള ആളുകൾക്ക്, അത് ഈ പഴയ ഐഫോൺ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ അവരുടെ കയ്യിൽ ഈ പ്രൊഡക്ട്സ് ഇപ്പോഴുണ്ട്, അങ്ങനത്തെ ആളുകൾക്ക് തീർച്ചയായിട്ടും ഐഫോൺ വാങ്ങാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. തേർഡ് റീസണായിട്ട് ഞാൻ പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയർ, അതായത് ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ iOS എപ്പോഴും വളരെ ഫ്ലൂയിഡാണ്, ഭയങ്കര എന്താ പറയുക ഫാസ്റ്റാണ്, സ്ലട്ടേഴ്സോ ബഗ്സോ കാര്യങ്ങളൊക്കെ കുറവാണ്, റെഗുലർലി അപ്ഡേറ്റഡ് ആണ്. സോ അതൊരു iOSൻ്റെ എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റിയാണ് മറ്റുള്ള OSൽ നിന്ന്. അപ്പോൾ ഓരോ ബ്രാൻഡിനും അവരുടേതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ iOSൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ആപ്പിൾ ഐഫോണിൻ്റെ ചിപ്സെറ്റുകൾ അവരെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ അവരെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് പവറുമായിട്ട് നല്ല രീതിയിൽ സിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫോണിൻ്റെ പീക്ക് പെർഫോമൻസിലേക്കും നല്ല ഒപ്റ്റിമൈസേഷനും അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് iOS എന്നുള്ള ഒരു സംഭവം സോഫ്റ്റ്വെയർ തന്നെയാണ്, നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് iOSൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ മറ്റുള്ള ആൻഡ്രോയിഡ് ഫോൺസൊക്കെ നോർമലി ഒരു 2 years ഒക്കെയാണ് നമ്മൾ പൊതുവേ വേർഷൻ അപ്ഡേറ്റ്സ് കൊടുക്കുക ആൻഡ്രോയിഡിൽ. പക്ഷേ ചില ബ്രാൻഡ്സ് 1 വർഷമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ആപ്പിൾ അങ്ങനെയല്ല, ചിലപ്പോൾ 4 വർഷം 5 വർഷമൊക്കെ ആപ്പിൾ iOS അവർ റെഗുലറായിട്ട് അവർ ഐഫോൺസിന് അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫീച്ചറാണ്. സോ നമ്മൾ ലോങ് ടൈം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് റെഗുലേറ്റ് അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത്. നാലാമത്തെ ഫീച്ചർ ഞാൻ പറയുന്നത് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഏജിങ് എന്നുള്ളതാണ്. സോ ആപ്പിൾ ഐഫോൺസ് എപ്പോഴും മറ്റുള്ള ബ്രാൻഡിനേക്കാളും കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റിയിൽ മുന്തി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സോ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം കൂടെ ചേരുന്ന സമയത്ത്, അതായത് ഈ സോഫ്റ്റ്വെയറിൻ്റെ ലോങ് ടേം സപ്പോർട്ട് കൂടെ നല്ല ഹാർഡ്വെയർ ബിൽഡ് ആണെന്നുണ്ടെങ്കിൽ ചേരുന്ന സമയത്ത് ആ ഒരു ഏജിങ് കുറച്ചുകൂടി ഡ്യൂറബിളാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ നമ്മൾക്ക് ഫോൺസൊക്കെ കിട്ടാറുള്ളത് 2 year ആണെങ്കിൽ ആപ്പിളിൽ ഒരു പക്ഷേ അതിലും കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു റീസണാണ്. അതിനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെയാണ്, സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. സോ കോൺസ്റ്റൻറ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്ന സമയത്ത് ഫോണിൻ്റെ പെർഫോമൻസ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ആപ്പിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഏജിങ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി എന്നുള്ള സംഭവം ആപ്പിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വീഡിയോ കാപ്പബിലിറ്റീസ് എന്നുള്ളതാണ്. സോ ആപ്പിൾ ഐഫോൺസിൻ്റെ ക്യാമറ എന്നുള്ളത് ഒരു കാലത്ത് വേറെ ലെവലായിരുന്നു അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ബാക്കിയുള്ള ബ്രാൻഡ്സിനൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത വേറെ ലെവലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറയൊക്കെ അറ്റ് പാർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റീസൊക്കെ ഒരുപാട് ബ്രാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ചീപ്പർ പ്രൈസിന്. പക്ഷേ വീഡിയോയിൽ ഇപ്പോഴും ഐഫോൺ കിങ് ആണെന്ന് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്ററാണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാമറ അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, ഒരു ഫോൺ വാങ്ങണം, രണ്ടും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഐഫോൺ എന്നുള്ളത്. കാരണം ഐഫോണിൻ്റെ വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷൻ വളരെ സൂപ്പറാണ്, സ്മൂത്താണ്,
അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ വീഡിയോസിൻ്റെ കളർ കോൺട്രാസ്റ്റൊക്കെ അറ്റ് ദ ബെസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഐഫോൺ വാങ്ങാവുന്നതാണ്. സോ ആപ്പിൾ ഐഫോൺ വാങ്ങേണ്ട 5 റീസൺസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നു. ഇതുപോലെ ആപ്പിൾ ഐഫോൺ 5 റീസൺസ് നോട്ട് ടു ബൈ എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ കാർഡ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.